ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ് ചില അപൂർവ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ഈ പറക്കും തളികയിൽ വന്നിറങ്ങുന്ന ജീവികൾ എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ അവരുടെ വരവ് വല്ലപ്പോഴുമാണെങ്കിലും അത് വലിയൊരു സംഭവമായിരിക്കും. അത്തരം ചില അപൂർവമായ സംഗതികളുമായി രംഗത്ത് വരുന്ന ചിലരുണ്ട്. അതിലൊരാളുടെ വാക്കുകൾ കേൾക്കാം. ദേ കേട്ടോളൂ. ഈ മനുഷ്യനിത് പറയുന്നത് അടച്ചിരിക്കുന്ന ഒരു ബാത്റൂമിലിരുന്നാണെങ്കിൽ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുത്താൽ മതിയാവും. ഇനി വീടിനകത്താണ് ഇരുന്ന് പറയുന്നതെങ്കിൽ മുറികളും ജനലുകളും ഒക്കെ അടച്ചാൽ, എന്നിട്ട് ആരെയെങ്കിലും അടിയന്തരമായി ഒരു 108 വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഈ രോഗത്തിനൊരു ചികിത്സയുണ്ടാവും. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈദ്ഗാഹിൽ ഈദിൻ്റെ പ്രസംഗം നടത്തുമ്പോഴാണ് ഈ തൊപ്പിയും താടിയും കണ്ണാടിയും വെച്ച് ഈ മനുഷ്യൻ വെറും പച്ചക്കള്ളം, പച്ച നുണ, അറിവില്ലായ്മ ഒരു അലങ്കാരമായി എടുത്ത് ഒരു രാജ്യത്തെ ആക്ഷേപിക്കുന്നത്. ഇയാൾ എന്തിനാണിത് ആക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. ഇയാളെപ്പോലുള്ളവർക്കൊക്കെ നിലനിൽക്കുന്നതിനാവശ്യമായ സയനിസ്റ്റ് പണം ഒഴുകി വരുന്നുണ്ടെന്ന് ചിലരൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയല്ലേ എന്ന് നമ്മളെപ്പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാളൊക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരു വേദിയിലൂടെ നടത്തുന്നത്. പേര് മുജാഹിദ് ബാലിശ്ശേരി എന്നാണ്. അദ്ദേഹം ഇത് പറയാൻ കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ നിലപാട് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യർക്ക്, ആർക്ക്, ഈ പറയുന്ന സംഘടനാ മുസ്ലിങ്ങൾക്ക്, സംഘടനയുടെ അടിമത്വം ബാധിച്ച് ഇവരെപ്പോലുള്ളവർക്ക് സുഖസുഭിക്ഷമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇവരൊക്കെയാണ് ഇതിൻ്റെ വലിയ കൊടിയടയാളങ്ങൾ മതത്തിൻ്റേതെന്ന പേരിൽ അംഗീകരിച്ച് അടിമകളെപ്പോലിരുന്ന് ഇദ്ദേഹത്തിനെപ്പോലെ ഒരാളുണ്ടോ എന്ന് ഇങ്ങനെ മൂക്കിലും വായിലും ചെവിയിലും കൈയിട്ടിരുന്ന് സന്തോഷം കൂറുന്ന കുറേ വിഡ്ഢികളെ ഇരുത്തിക്കൊണ്ടാണ് ഇയാൾ ഈ പ്രഭാഷണം നടത്തുന്നത്. സത്യത്തിൽ ഈ കേട്ടത് അംഗീകരിക്കുന്നവർ കൂടി രോഗികളായതുകൊണ്ടാണ് ഇത് അംഗീകരിക്കുന്നത്. ഇയാൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഷിയ രാജ്യമായ, അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ള രാജ്യമായ ഇറാനിൽ ഇങ്ങനെ ഒരു കാര്യം അവിടുത്തെ പൗരത്വം ലഭിക്കുന്നതിന് അവർ നിർബന്ധമാക്കിയിട്ടേ ഇല്ല. അവരേതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസികൾക്ക് മാത്രമേ ആ രാജ്യത്ത് പൗരത്വം കൊടുക്കത്തുള്ളൂ പറഞ്ഞിട്ടില്ല. അവിടെ ഏതാണ്ട് എൻ്റെ മനസ്സിലാക്കൽ ഏതാണ്ട് 10,000-25,000 30,000-ഓളം ജ്യൂസ് വരെ അവിടെ ജീവിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, സുന്നികളായ ആളുകളുണ്ട്, അവരുടെ വിശ്വാസക്കാരായ ആളുകളുണ്ട്. ഇതൊന്നും അവിടുത്തെ പൗരത്വത്തിനൊരു ഘടകമേ അല്ല. പിന്നെ അവരുടെ വിശ്വാസം അത് ഓരോ തരത്തിലും ഇയാൾ പറയുന്ന നാട്ടിലെ വിശ്വാസം എന്താ, അതിനകത്താണ് പ്രത്യേകതയുണ്ടോ? ഈ പറയുന്ന ഈ വിഡ്ഢിയല്ലേ ഒരു മൈക്കിലൂടെ ഉറക്കെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അമ്പലങ്ങൾക്കാരെങ്കിലും സഹായം കൊടുത്തു പോയാൽ അവരെല്ലാം നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ച് വിധി പ്രസ്താവന നടത്തിയ ആളല്ലേ ഇയാൾ? ഇയാളുണ്ടാക്കി വെച്ച ആ വിഡ്ഢിത്തര വർത്തമാനത്തിന് എത്ര നാൾ ഒരു സമൂഹവും സമുദായവും മറുപടി പറയേണ്ടി വന്നു? ഇയാൾ വല്ലതും കൊടുക്കുന്ന ആളാണോ? അല്ല. കൊടുക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇവരെപ്പോലുള്ളവരൊക്കെ ജീവിക്കുന്നത് ഈ സംഘടന കൊണ്ടാണ്. ഈ സംഘടന ഇല്ലാതായാൽ ഈ സമുദായത്തിലെ അടിസ്ഥാന വിശ്വാസികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം അവരെല്ലാം അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക. പക്ഷേ അതുകൊണ്ട് അഭിരമിക്കുന്ന, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന, പ്രമാണിമാരായി അംഗീകരിക്കുന്ന ആളുകൾ കേൾക്കാനായി ക്യൂവിലിരിക്കുന്ന കുറേ ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നത് ഈ സംഘടനകളാണ്. പക്ഷേ പാണ്ഡിത്യം എന്നത് വിഡ്ഢിത്തമോ വിവരക്കേടോ ജനങ്ങളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കലോ അല്ല. അങ്ങനെ കള്ളം പറഞ്ഞതുകൊണ്ട് നിലനിൽക്കാനും ആവില്ല. ഇവരുടെയൊക്കെ കൂട്ടങ്ങൾ തന്നെ ചിന്നിച്ചെതറിപ്പോയത് പരസ്പരം കളവാക്കിയതുകൊണ്ടും കള്ളം പറഞ്ഞതുകൊണ്ടുമാണ്. അതിലൊരു തർക്കവുമില്ല. ഒരാളിനെ ഇപ്പോൾ ഇവരെന്താ വിശ്വസിക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ ഷിയായും സുന്നിയും തമ്മിൽ 2 വിശ്വാസധാരകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരേ മുജാഹിദിൽപ്പെട്ട 4 എണ്ണം 4ആയി പിരിഞ്ഞ് അവസാനം ഓരോരുത്തരും നരകത്തിലാണ്, അവർക്ക് ജിന്നുണ്ടോ ജിന്നില്ലയോ എന്ന് തപ്പി നടക്കുന്ന ഇത്തരം ആളുകളുടെ ഇടയിൽ നിന്നാണ് പൊതുസമൂഹത്തിൽ ഇത്തരം വർത്തമാനം ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഇതുപോലുള്ള ആളുകൾക്ക് കുട പിടിക്കാൻ കുറേ ആളുകളുമുണ്ട്. എന്താ ഇവരുടെയൊക്കെ കറവ അവിടുന്നാണ്, ഇവരുടെയൊക്കെ വരുമാനം അവിടുന്നാണ്. ഇറാനിൽ പിരിക്കാൻ പോകാൻ പറ്റില്ല. ഇറാനിന് കാശില്ല. ഇറാൻ വലിയ കടബാധിതയിലും കടക്കണിയിലുമാണ്. അവിടെ പോയാൽ മന്തി വാങ്ങിച്ചു തരാൻ ഈ സമുദായ സംഘടനകളായ അടിമകളില്ല. അവർ കൊണ്ടുപോയി വിളമ്പി തരൂല്ല, ഇതൊന്നും തരൂല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് സമ്പത്തുള്ളവൻ്റെ, അധികാരമുള്ളവൻ്റെ, ആ നല്ല മണവും കാശും കിട്ടുന്നവൻ്റെ വാഴ്ത്തുപാട്ട് ഉറക്കെ പാടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരുപാട് വ്യാജ ഹദീസുകൾ പോലും എഴുതി ഉണ്ടാക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന രാജാക്കന്മാർക്ക്
അവർക്ക് പിന്നെ പലതും ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി കൊട്ടാരം ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടാരം ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ കൊട്ടാരം ഇല്ലാത്തതുകൊണ്ട് കൊട്ടാരമുള്ള രാജ്യങ്ങളിലെ കൊട്ടാരമുള്ളവർക്ക് ഇതുപോലെ നിന്ന് കൊട്ടാര വർത്തമാനം പറഞ്ഞു കൊടുത്ത് അവരെ തടവി സൂയിപ്പിച്ച് സന്തോഷകരമായി ഇവരവരുടെ ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ലാഭം. അല്ലാതെ ഈ പറഞ്ഞത് മുഴുവൻ പച്ചക്കളവാണ്. അങ്ങനെ ഇറാനിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. അവർ സ്വാഭാവികമായി അവരുടെ വിശ്വാസപ്രകാരം ഈ പേരുകളൊന്നും അത്ര അവർ പ്രൊമോട്ട് ചെയ്യുന്നവയല്ല. ഈ പറയുന്ന ആൾ വേറൊരു മുജാഹിദുകാരൻ്റെ സംഘടനയുടെ ആളുടെ പേര് ഇയാൾ പറയുമോ വേറൊരു വേദിയിൽ? ഇവരുടെ കൂടെ ഒരുപാട് മുജാഹിദ് ഉണ്ടാക്കിയ 4 മുജാഹിദുകാരുണ്ടെങ്കിൽ ആ സംഘടനയുടെ ഒരാളുടെ പേര് ഇവർ പറയുമോ? അത്തരം ഒരു സംഘടനക്കാരനെ ഇവർ വിളിച്ച് വേദിയിൽ ഇരുത്തുമോ? എന്നിട്ടാണ് ഈ കിസ്സ പറയുന്നത്. ഇത്തരം വിവരക്കേടുകളെ കേൾക്കാനിരിക്കുന്നവർക്ക് കൂടി നമസ്കാരം.